ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ മീറ്റിംഗ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീക്കെൻഡായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചിക്കൻ ഞങ്ങൾ 2 ടൈപ്പ് മസാലയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ പച്ചമുളക് അരച്ചിട്ട് അത്, പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി മുളക് പൊടി ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ. ഒരു അടിപൊളി വീക്കെൻഡായിട്ട് റൂമിൽ എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ ഒരു വീക്കെൻഡ് ഗ്രില്ല് ചിക്കൻ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മളിന്ന് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ 4 ചിക്കനാണ് എടുത്തിട്ടിരിക്കുന്നത്. 5 ചിക്കൻ കൊണ്ടാണ് ഗ്രിൽഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ രീതിയിൽ കട്ട് ചെയ്തിട്ട് പീസാക്കാം. ചിലവരൊരു ചിക്കൻ 4 പീസാക്കും, ചിലർ 2 പീസാക്കും, ചിലവർ കൂടുതൽ പീസുകളാക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്ത് പീസാക്കാം. നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് പീസാക്കി വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ പേസ്റ്റാക്കി എടുക്കും, അരച്ചെടുക്കും. എന്നിട്ടാണ് ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി അരച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരച്ചിട്ട്. പിന്നെ വറ്റൽമുളകും പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ടുണ്ടാണ് ഇത്. പിന്നെ ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിയാൻ, പിന്നെ സാൾട്ട്. പിന്നെ നമ്മൾ ഇത് കബാബ് മസാലയാണ്, ടിക്ക കബാബ് മസാല. അത് തന്തൂരി മസാലയാണ്, ബാർബിക്യൂ മസാലയാണെങ്കിൽ അത് ചേർക്കാം, ഏത് മസാലയും ചേർക്കാം. പിന്നെ ഇത് കാശ്മീരി ചില്ലി കളർ. പിന്നെ ഇത് കസൂരി മേന്തി എന്ന് പറയും, അതായത് നമ്മുടെ ഉലുവയുടെ ഇല. അപ്പോൾ ഇതും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് സ്പെഷ്യലായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങൾ. പിന്നെ നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ചിക്കൻ ഗ്രിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മളതിൽ പച്ചമുളകും വറ്റൽമുളകും അരച്ച് പേസ്റ്റ് ഇട്ട്, പിന്നെ ഗാർലിക് ഇട്ട്, നമ്മൾ ഇഞ്ചി അരച്ചതിട്ട്, അപ്പോൾ മസാല ഇട്ട്, അപ്പോൾ മസാല ഇട്ട് നമ്മൾ ഉലുവയുടെ ലീഫ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യാൻ മസാല. നമ്മൾ ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചെറുനാരങ്ങ പകരമാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. ചെറുനാരങ്ങ പച്ചയാണ്, അപ്പോൾ കുറച്ച് വിനാഗിരി, വൈറ്റ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് നമ്മുടെ ടേസ്റ്റിനുള്ള ഇതാവാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് തൈര്, പുളിയില്ലാത്തത് തൈര് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഓരോന്നോരോന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ചതച്ചിട്ട് മസാല ചെയ്യാം. ടൈപ്പ് മസാല ഉണ്ടാക്കും. കാശ്മീരി ചില്ലി കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് ചിക്കന് ആ മസാല ഉണ്ടാക്കും. ചിക്കൻ ചതച്ചിട്ട് നന്നായി മസാല ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറും. പിന്നെ നമ്മൾ ഈ ഗ്രില്ല് ചെയ്ത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ 2 ടൈപ്പ് മസാല ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ മുളക് പൊടി കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി നമ്മൾ ഉപയോഗിച്ചില്ല, അതിന് പച്ചമുളകും വറ്റൽമുളകാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടില്ല, വേണ്ടൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, നമ്മളിത് ഗ്രിൽഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം വെച്ചിട്ട് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മൾ ഗ്രിൽഡ് ചെയ്യാൻ കരി കത്തിക്കാൻ തുടങ്ങി. അത് ലിക്വിഡാണ്, പെട്ടെന്ന് കത്താറുള്ള ലിക്വിഡാണ്. കത്തിക്കാൻ പറ്റില്ല.
വേറെ നമ്മൾ വല്ല പെട്രോളോ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് നിൽക്കും. ഇതാകുമ്പോൾ പ്രശ്നമില്ല. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തീ പിടിച്ചേക്കാൾ ചട്ടിയിട്ടതാണ് കത്തിച്ചത് നാട്ടിലെ പോലെ. നമ്മൾ ഈ ഗ്രില്ല് സെപ്പറേറ്റ് വെച്ചിട്ടാണ് ചിക്കൻ അതിൽ സെറ്റ് ആക്കുന്നത്. ചിക്കൻ വെച്ച് നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ വെച്ചേക്കാണ്. കുറച്ച് ടൈം എടുക്കും ഇത് ഗ്രില്ലായി വരാൻ. നമ്മളൊരു സൈഡ് മറച്ച് വെച്ച് എന്നിട്ട് നമ്മൾ കുറച്ച് ലെമണിൻ്റെ നീരും പിന്നെ മറ്റേ മസാലയുടെ കുറച്ച് വരണ ചിക്കനിൽ ആഡ് ചെയ്ത മസാല ഇല്ല, അപ്പോൾ അതിൻ്റെ നീരും കൂടി നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും. ചിക്കൻ കരിച്ച് ഭാഗത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരും നമ്മൾ ചിക്കൻ മസാല ആക്കി വയ്ക്കുമ്പോൾ ഒരെണ്ണ മസാലയുടെ നീരും ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് വേവിച്ചിട്ട് പേസ്റ്റാക്കി കൊടുക്കുമ്പോൾ വല്ല നമുക്ക് മസാലയിൽ ആവാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പേസ്റ്റാക്കി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് മസാല. സംഭവം വെന്തിരിക്കാണ്. സംഭവം അടിപൊളിയായിട്ട് എടുത്ത് ഇതിലിട് എടുത്തോടുക നീക്കി നമ്മൾ റെഡ് മസാല
ബാർബിക്യൂ സെറ്റാണ്. റെഡ് മുളക് പൊടി ഇട്ട ചിക്കൻ റെഡ് ആയിട്ട് ലാസ്റ്റ് ട്രിപ്പും കൂടി ഉണ്ട്. അപ്പം അതും കൂടി വെക്കാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കും. സലാഡ്, ഹമ്മൂസ്, സലാഡ്, പിന്നെ നമ്മുടെ ദേശീയ ഫുഡ് ഉപ്പൂസ്. കലാമൊക്കെ എങ്ങനെയുണ്ട്? ഒളിച്ചില്ലേ? ആ പറയും. സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. 2 തരം ചിക്കൻ ആണ്. ചിക്കൻ അവിടെ മാറ്റിയിട്ടില്ലല്ലേ? ചില്ലിയുള്ള. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. റാഷി ഉഷാറാണ്. അടിപൊളി.